മണ്ണറിഞ്ഞ് മനം നിറഞ്ഞ് ചെയ്യുന്ന കൃഷി പലതും നനച്ചിരിക്കാത്ത മഴയിലും കടുത്ത വെയിലിലും നഷ്ടക്കച്ചവടമാകാറുണ്ട്. ചെയ്യാതെ കരിയാതെ 100 മേനി വിളവ് കിട്ടിയാലും ചിലപ്പോൾ വിപണിയിലെത്തിക്കാൻ സാധിക്കാതെയും സൂക്ഷിക്കാൻ സാധിക്കാതെയും വലിയ നഷ്ടം സംഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പുതിയ അറിവുകൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, അവ പ്രാവർത്തികമാക്കുവാനുള്ള സർക്കാർ പദ്ധതികൾ എല്ലാം തന്നെ കൃഷിയെ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കാതെ കൃഷിക്കാരന്റെ പ്രയത്നത്തിന് വില നേടിക്കൊടുക്കുവാൻ പ്രാപ്തമാണ്. അതേക്കുറിച്ചാണ് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായ ജോയി വെട്ടിക്കുഴി നമ്മളോട് പറയുന്നത്. കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച നൂതനമായ പദ്ധതിയാണ് ഹൈടെക് ഫാമിങ്ങും കൃഷിക്കാരിൽ നിന്ന് പച്ചക്കറികൾ ശേഖരിക്കുന്നു. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ 2 പദ്ധതികളും നമുക്ക് നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ട് ആദായങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ആദായം എടുത്ത് ഞങ്ങൾ ബാങ്കിൻ്റെ വണ്ടി വരും, ബാങ്കിൽ കൊടുത്തു വിടും. പിന്നെ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. റീഫർ വൺ സംവിധാനത്തിന് SHMൽ നിന്ന് നമുക്ക് സഹായം കിട്ടിയതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ആ ഒരു പദ്ധതി നമുക്ക് നടപ്പാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിലെ 7 ദിവസത്തിൽ ഒരു 5 ദിവസവും നമുക്ക് പച്ചക്കറി കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ അത് എത്തിക്കുന്നതിനും ഈ വാന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വിപണന രംഗത്ത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിപണന രംഗത്ത് വളരെ സഹായകരമായ ഒന്നാണ് ഈ റീഫർ വൺ. ഉൽപാദനം കൊണ്ട് മാത്രം തീരുന്നതല്ലല്ലോ കൃഷിയിലെ ആശങ്ക. ശേഖരണം, സൂക്ഷിച്ചുവയ്ക്കൽ, വിപണനം തുടങ്ങിയ വിളവെടുപ്പാനന്തര പരിപാലനത്തിലെല്ലാം കൃഷിക്കാർക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരാറുണ്ട്. ഇത് മറികടക്കുവാൻ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി നടപ്പാക്കുന്ന റീഫർ വാൻ, റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങിയ ഘടകങ്ങൾ സഹായകമാകുന്നു. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ സംഭരിച്ചാൽ ഉടനെ തന്നെ ശീതീകരിച്ച വാനിൽ വിപണന കേന്ദ്രങ്ങളിൽ എത്തിക്കുവാൻ സാധിക്കുന്നത് കർഷകർക്ക് എത്രയോ ആശ്വാസകരമാണ്.